GST ഇൻവോയ്സിൻ്റെ നിയമമാണെന്ന് പറയുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട് എന്ന് നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ല. സെൻട്രൽ GST, സ്റ്റേറ്റ് GST എന്നീ ആക്റ്റുകളാണ് GST നിയമത്തെ പ്രതിദാനം ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒരാളുടെ ബിസിനസ്സിൻ്റെ ടാക്സ് ലയബിലിറ്റി നിർണ്ണയിക്കുന്നത് ഇൻവോയ്സ് ബേസിലാണെന്ന് പറയാം. ഇൻവോയ്സ് ഇല്ലെങ്കിൽ നികുതി ഇല്ല എന്നർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ GST നിയമം ഇൻവോയ്സിൻ്റെ നിയമമാണ്. ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ സാധന കൈമാറ്റത്തിനായി ഒരു രജിസ്റ്റേർഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ഉള്ള നികുതിദായകൻ കൺസിഡറേഷൻ്റെ ഭാഗമായിട്ട് കൈപ്പറ്റുന്ന തുകയ്ക്കോ കിട്ടേണ്ട തുകയ്ക്കോ കൊടുക്കുന്ന ഒരു ട്രാൻസാക്ഷൻ മെമ്മോ ആണ്. അപ്പോൾ ഇൻവോയ്സ് GSTയിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമേ പറ്റൂ. ഇപ്പോൾ രജിസ്ട്രേഷൻ ഇല്ലാത്തവർ എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്ക് ബിൽ ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ബില്ലെന്ന് കൊടുക്കാം. കോമ്പോസിഷൻ ഡീലേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കും കൊടുക്കാൻ പറ്റുന്നത് ബിൽ ഓഫ് സപ്ലൈ ആണ്. അപ്പോൾ ബിൽ ഓഫ് സപ്ലൈയും ഇൻവോയ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇൻവോയ്സിൽ ഒരു ടാക്സബിൾ സപ്ലൈ ഉണ്ടായിരിക്കണം. ആ ടാക്സബിൾ സപ്ലൈയുടെ റിസീവറിൻ്റെ രജിസ്റ്റേർഡ് ഡീലറാണെങ്കിൽ ആ റെസിപ്പിയൻറ്റിൻ്റെ GST നമ്പർ കാണിച്ചിരിക്കണം. സപ്ലയറെ സംബന്ധിച്ചിടത്തോളം, ഇൻവോയ്സ് കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ GST നമ്പറും ബാക്കി എല്ലാ ഡീറ്റെയിൽസും അയാളുടെ ഇൻവോയ്സിൽ കണ്ടിരിക്കണം. ടാക്സബിൾ ഗുഡ്സ് ആണെങ്കിൽ ടാക്സബിൾ ഗുഡ്സിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് വേണം, HSN കോഡ് വേണം. അങ്ങനെ കുറേയേറെ റിസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ ഇൻവോയ്സ് ഒരു ബിസിനസ്സുകാരൻ ടു ബിസിനസ്സുകാരൻ ട്രാൻസാക്ഷൻ, രണ്ട് രജിസ്റ്റേർഡ് ബിസിനസ്സുകാർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ 50,000 കൂടിക്കഴിഞ്ഞാൽ സാധാരണ നിലയിൽ E-way ബില്ല് കൂടി എടുക്കണം. E-way ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ പ്രോസസ്സാണ്. CGSTയുടെയും SGSTയുടെയും റൂൾസ് 138 പ്രകാരം ഈ ഇൻവോയ്സിൻ്റെ കണ്ടൻസ് GST നെറ്റ്വർക്കിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതിന് പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. വളരെ സിമ്പിളാണ്. വണ്ടി നമ്പർ മുതലായ കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. 50,000 കൂടുതലുള്ള ട്രാൻസാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വാലിഡ് ട്രാൻസാക്ഷൻ ആകണമെങ്കിൽ അതിന് സാധാരണ നിലയിൽ E-way ബില്ല് കൂടി വേണം. അപ്പോൾ ഇൻവോയ്സും വേണം, E-way ബില്ലും വേണം. ഒരു ഗുഡ്സ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വിൽപ്പന നടത്തുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഡെലിവറി നോട്ടിൻ്റെ ബേസിൽ ട്രാൻസാക്ഷൻ നടത്താം. അപ്പോഴും 50,000 കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ E-way ബില്ല് മാൻഡേറ്ററിയാണ്. സാധാരണ നിലയിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എത്ര തന്നെ ട്രാൻസാക്ഷൻ ആയാലും 50,000 ആയില്ലെങ്കിലും E-way ബില്ല് വേണം. സാധാരണ നിലയിൽ കച്ചവടക്കാർ ശ്രദ്ധിക്കാത്തൊരു കാര്യം, E-way ബില്ല് ഉണ്ടാകാം, ഇൻവോയ്സും ഉണ്ടാകാം. സാധനം വാങ്ങി പൈസയൊക്കെ കൊടുത്തു വിടും. പലപ്പോഴും ഈ ട്രാൻസ്പോർട്ട് ചെയ്ത വണ്ടിയുടെ നമ്പർ തന്നെയാണോ E-way ബില്ലിൽ രേഖപ്പെടുത്തിയത് എന്ന് പലരും നോക്കാറില്ല. ഈ അടുത്ത കാലത്തായി എൻ്റെ ശ്രദ്ധയിൽ ഒരു സംഭവം ഉണ്ടായി. E-way ബില്ലുണ്ട്, ബാക്കി രേഖകളെല്ലാം ഉണ്ട്, ഇൻവോയ്സും ഒക്കെ ഉണ്ട്. പക്ഷേ ആ വണ്ടി നമ്പർ നോക്കിയപ്പോൾ 10 ടണ്ണോളം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയുടെ നമ്പർ ഒരു സ്കൂട്ടറിൻ്റെ ആയിരുന്നു. ഒരു സ്കൂട്ടറിൽ എങ്ങനെയാണ് 10 ടൺ ഭാരമുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നത്? RTO റെക്കോർഡ്സിൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നെറ്റിൽ കൂടി നോക്കിയാൽ അറിയാമല്ലോ, അതൊരു സ്കൂട്ടറിൻ്റെ നമ്പറാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതെന്തോ അബദ്ധം പറ്റിയതാണ്. ഒരുപക്ഷെ ആ വണ്ടി നമ്പറിൻ്റെ നമ്പർ അപ്ലോഡ് ചെയ്യാൻ ടൈപ്പ് ചെയ്യാൻ നേരത്ത് 10-11 പകരം 10-12 അടിച്ചു പോയതായിരിക്കാം. 10-11 ആയിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ ശരിയായ വണ്ടി. പക്ഷേ അതിലൊരു അന്വേഷണം നടന്നാൽ ഒരു സ്കൂട്ടറിൽ 10 ടൺ സാധനം കൊണ്ടുവന്ന ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ സർക്കാരിന് പൈസ കിട്ടി, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടി. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും ഒരു പക്ഷേ ഇതിലെന്തെങ്കിലും തിരിമറിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കച്ചവടക്കാരൻ അയാൾ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവേർഡ് സപ്ലൈയിൽ ഉപയോഗിക്കുന്ന എല്ലാത്തരം ഇൻവോയ്സുകളും
പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധനം കൊണ്ടുവരുന്നു, വണ്ടി നമ്പർ നോക്കുന്നു, ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി നോക്കുന്നു, ട്രാൻസാക്ഷൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുന്നു, റേറ്റ് ഓഫ് ടാക്സ് കറക്റ്റ് ആണോ എന്ന് നോക്കുന്നു. ഇതെല്ലാം നോക്കിയതിന് ശേഷമേ ആ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അല്ലാത്ത പക്ഷം കുറേ നാൾ കഴിഞ്ഞ് അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അതാത് മാസം എടുത്തിട്ടുണ്ടാകാം. ഇപ്പോൾ ഡിസംബറിലെ ഒരു പർച്ചേസാണെന്ന് വിചാരിക്കുക, അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഡിസംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ജാനുവരിയിൽ എടുത്തു എന്ന് വിചാരിക്കുക. ജാനുവരിയിൽ എടുത്തതിന് ശേഷം കുറേ നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ ഒരു വെരിഫിക്കേഷൻ നടത്തി ആ കൺസേൺഡ് പ്രോപ്പർ ഓഫീസറോ അല്ലെങ്കിൽ വേറെ ഇൻ്റലിജൻസ് വിങ്ങോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് വിങ്ങോ ആരെങ്കിലും ഇതൊന്ന് വെരിഫൈ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഒരു അപാകത കണ്ടുപിടിച്ചാൽ നേരത്തെ എടുത്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിരസിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിരസിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? എടുത്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ പലിശ സഹിതം ഒരു പക്ഷേ ഫൈനോടുകൂടി പെനാൽറ്റിയോടുകൂടി തിരിച്ചടക്കേണ്ടി വരും. അതുകൊണ്ട് കച്ചവടക്കാർ, അത് സേവനദാതാവട്ടെ, സാധനങ്ങൾ വാങ്ങി വിൽക്കുന്നവരാകട്ടെ, കോൺട്രാക്ടേഴ്സ് ആകട്ടെ, ആരായിക്കൊള്ളട്ടെ, ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻവേർഡ് സപ്ലൈയിൽ ഒരു സേവനം എടുക്കുമ്പോൾ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് മുതൽ വളരെ വിജിലൻ്റ് ആയിരിക്കണം. 2019 മുതൽ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ഇൻവോയ്സ് ഉണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് ആദ്യം നമ്മളുടെ GST നെറ്റ്വർക്കിൽ അതാത് അസസ്സിയുടെ നികുതിദായകൻ്റെ ക്രെഡിറ്റായിട്ട് സപ്ലൈ ചെയ്ത ആൾ അപ്ലോഡ് ചെയ്ത തുക അതിനേക്കാളും ഒരു 20% കൂടി കൂടുതൽ മാത്രമേ ലഭ്യമാകുമായിരുന്നുള്ളൂ. അതായത് ഞാൻ 1,00,000 രൂപയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നവംബർ മാസം എടുത്തു എന്ന് വിചാരിക്കുക. ആ നവംബർ മാസത്തെ റിട്ടേൺ കൊടുക്കുന്ന ഡിസംബർ മാസം 1,00,000 രൂപ ഇൻവേർഡ് സപ്ലൈയുടെ പേരിൽ എൻ്റെ GST നെറ്റ്വർക്കിൽ 2A എന്ന പോർട്ടിൽ ക്രെഡിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് 1,00,000 രൂപ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അതാത് മാസം എടുക്കാൻ തടസ്സമുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അതിനേക്കാളും 20% കൂടി കുറവാണ് വന്നേക്കണമെങ്കിലും നമുക്ക് 1,00,000 രൂപയുടെ ഇൻപുട്ട് എടുക്കാം. ഒരു പക്ഷേ അത് 50,000 രൂപയെ വന്നുള്ളൂ എന്ന് വിചാരിക്കുക. 50,000 പ്ലസ് അതിൻ്റെ 20%-ആയ 10%, അങ്ങനെ 60% ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റായ 60,000 എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 40,000 രൂപ എനിക്ക് എടുക്കാൻ പറ്റും ഇല്ല. അത് 2019 മുതൽ സ്ട്രിക്റ്റാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇത് പലപ്പോഴും ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇൻവോയ്സ് തരുന്നു, നമ്മളത് അക്കൗണ്ട് ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു. അയാൾ ഒരു പക്ഷേ ആ അടുത്ത മാസം റിട്ടേൺ അപ്ലോഡ് ചെയ്യാൻ വൈകിയാൽ ഈ റെസിപ്പിയൻറ്റിന് അസസ്സിക്ക് ഇൻപുട്ട് കിട്ടില്ല. 20% എന്നുള്ള റെസ്ട്രിക്ഷൻ വന്നു എന്നത് മാത്രമല്ല, ഇപ്പോൾ അത് പുതിയ അമെൻമെൻറ്റും വന്നിരിക്കുക. ഏതാണ്ട് 5% മാത്രമേ കിട്ടൂ എന്നുള്ള നില വരെ എത്തിയിട്ടുണ്ട്. അത് കൂടാതെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്താൽ ഫുൾ തുക എടുക്കാൻ പറ്റില്ല. ഒരു പക്ഷേ നമ്മളുടെ ടാക്സ് ഡ്യൂ ഈ ഡിസംബർ മാസം 1,00,000 രൂപയാണെന്ന് വിചാരിക്കുക. എനിക്ക് 1,10,000 രൂപ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ടാക്സ് ഒന്നും അടയ്ക്കേണ്ട, ബാക്കി എക്സസ് ആയിട്ട് കിടക്കും എന്ന സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ജാനുവരി മുതൽ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ 1,10,000 രൂപയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എനിക്ക് ഉണ്ടെങ്കിൽ പോലും 1% ടാക്സ് ഞാൻ നിർബന്ധമായും അടച്ചിരിക്കണം. അപ്പോൾ എനിക്ക് 99% എടുക്കാൻ പറ്റുള്ളൂ. അത് ക്യാരി ഓവർ ചെയ്ത് അടുത്ത മാസം നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ നിർബന്ധമായും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കേണ്ടവർ 1% എങ്കിലും അടയ്ക്കേണ്ട സ്ഥിതി വന്നു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുമ്പോൾ ബന്ധപ്പെട്ട രേഖകൾ നിയമാനുസൃതം സൂക്ഷിച്ചില്ലെങ്കിൽ എടുത്ത കാശ് പോയി എന്ന് മാത്രമല്ല, പലിശയും പിഴയും കൂടി അടയ്ക്കേണ്ട സ്ഥിതിയും വരും. അപ്പോൾ നിർബന്ധമായും നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നതിൻ്റെ രേഖകൾ ജെന്യുവിനാണോ എന്ന്
നോക്കി ഉറപ്പാക്കേണ്ട ബാധ്യത കച്ചവടക്കാർക്കുണ്ട്. അത് ടാക്സ് കൺസൾട്ടൻ്റ് ചെയ്തതിൻ്റെ കുഴപ്പമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്തിമമായി ഇതിൻ്റെ ബാധ്യത മുഴുവൻ ആ റെസിപ്പിയൻറ്റിന് വരും. അതുകൊണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. ഈ സമയത്ത് തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ടാക്സ് കൺസൾട്ടൻസും ഓഡിറ്റേഴ്സും ഒക്കെ ചോദിച്ച ഒരു പ്രധാന സംഭവം 2017-18 ധാരാളം നോട്ടീസുകൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 2A വന്നിട്ടില്ല, GST നെറ്റ്വർക്കിൽ ക്രെഡിറ്റ് വന്നിട്ടില്ല, എടുത്തു പോയി, എന്തു ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ നോട്ടീസ് വന്നാൽ അല്ലെങ്കിൽ ഇൻറ്റിമേഷൻ വന്നാൽ, ഈവൻ അസസ്മെൻ്റ് ഓർഡർ വന്നാൽ പോലും നമ്മൾ അസസ്മെൻ്റ് ഓർഡറിൻ്റെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അപ്പീൽ മാത്രമേ സാധാരണ നിലയിൽ പ്രൊവിഷനുള്ളൂ. അല്ലാത്ത സമയത്ത് ഇൻറ്റിമേഷൻ അല്ലെങ്കിൽ നോട്ടീസ് സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ വ്യക്തമായ മറുപടി കൊടുക്കണം. അവിടെ നിങ്ങൾ പറയേണ്ടത് 2017-18 നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ച് 2A വരണമെന്ന് നിർബന്ധം ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഒറിജിനൽ ഇൻവോയ്സ് ഉണ്ട്, ഞാൻ കൊടുത്ത ട്രാൻസാക്ഷൻ എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ശരിയായ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാം കോപ്പികൾ സഹിതം പ്രോപ്പർ ഓഫീസർക്ക് മറുപടി കൊടുക്കണം. മറുപടി കൊടുത്തതിന് ശേഷം അത് കൺസിഡർ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും അപ്പീലിൽ അത് ഗുണം കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും ഈ രംഗത്തുള്ളവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. 2017-18, 18-19 കുറേ ബില്ലുകൾ ഞങ്ങൾ വിട്ടുപോയി, ഞങ്ങളുടെ കയ്യിൽ ഇൻവോയ്സ് ഉണ്ടായിരുന്നു, അത് അക്കൗണ്ട് ചെയ്യാൻ സാങ്കേതികമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആക്ട് അനുസരിച്ച്, ഇപ്പോഴത്തെ റൂൾസ് അനുസരിച്ച്, ചുരുക്കത്തിൽ GST നിയമം അനുസരിച്ച് സമയത്ത് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ ഈ ആനുകൂല്യം, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് പീരീഡിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ ഈ ആനുകൂല്യം കിട്ടുകയുള്ളൂ എന്നതാണ്. അത് ആക്റ്റിലും റൂളിലുമുള്ള കാര്യങ്ങൾ. ഇതിന് പുറത്തേക്ക് എസൻസ് ഓഫ് ലോ ഉണ്ട്. GST നിയമം ഉണ്ടാക്കിയത് തന്നെ കാസ്കാഡിംഗ് എഫക്റ്റ് ഉണ്ടാകരുത്, ഒരിക്കൽ കൊടുത്ത നികുതി വീണ്ടും നികുതി കൊടുക്കേണ്ട ബാധ്യത അയാൾക്കുണ്ടാകരുത്, നികുതിക്ക് മേൽ നികുതി വരാൻ പാടില്ല, സാധന വിലയിൽ നികുതി ഒരു ഘടകമാകാൻ പാടില്ല തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങൾ GST നിയമത്തിൽ ഇന്ത്യയിലുണ്ട്, ഇന്ത്യക്ക് വെളിയിലുള്ള ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റത്തിലും ഉണ്ട്. ഫിസ്ക്കൽ നിയമം, സാമ്പത്തിക നിയമത്തെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണ നിയമത്തിനേക്കാളും അതീതമാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ വരുമ്പോൾ മാത്രവുമല്ല, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, GST നിയമം ഇന്ത്യയുടെ മാത്രം ഒരു നിയമമല്ല, ആഗോള എഗ്രിമെൻറ്റിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി അതിലെ അംഗരാജ്യങ്ങളിൽ നടപ്പാക്കേണ്ട നികുതി നിയമങ്ങളുടെ ഒരു ഘടകം തന്നെയാണ്, ഒരു ഭാഗം തന്നെയാണ് GST നിയമം. അതുകൊണ്ട് തന്നെ നികുതിക്ക് മേൽ നികുതി എന്നോ ഒരു സാധന വിലയിൽ നികുതി റേറ്റുകൾ ഒരിക്കലും അതിൻ്റെ സാധന വിലയുടെ കൈമാറ്റത്തെ സ്വാധീനിക്കാൻ പാടില്ല എന്നുമുള്ള അന്തർദേശീയ തത്വത്തിന് എതിരായ ഒരു എലമെൻ്റ് ഉണ്ട്. ഈ എലമെൻ്റ് വച്ചിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും എന്ന ഒരവസ്ഥ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ വളരെ ശ്രദ്ധിക്കണം, അത് സ്റ്റേറ്റ് ഓഫീസേഴ്സിൻ്റെ മുന്നിലോ സെൻട്രൽ ഓഫീസേഴ്സിൻ്റെ മുന്നിലോ അപ്പലേറ്റ് ഫോറങ്ങളിലോ ഒരു തീരുമാനമാകാൻ സാധ്യതയില്ല. ട്രൈബ്യൂണലുകളിലോ ഹൈക്കോടതികളിലോ സുപ്രീം കോടതിയിലോ എത്തിയാൽ മാത്രമേ അത്തരത്തിലേക്കുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് ഈ കാര്യം പോവുകയുള്ളൂ. അപ്പോൾ സാധാരണ നിലയിൽ 17-18 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇതുവരെ എടുത്തിട്ടില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് എടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നിരുന്നാലും എസൻസ് ഓഫ് ലോയുടെ ഇൻ്റർപ്രിറ്റേഷനിൽ ഒരുപക്ഷെ നാളെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ഫോറങ്ങൾ തിരിച്ച് വിധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കേസുകളിൽ അണ്ടർ പ്രൊട്ടസ്റ്റിൽ വേണമെങ്കിൽ ടാക്സ് അടയ്ക്കുക, അണ്ടർ പ്രൊട്ടസ്റ്റിൽ അടച്ചതിന് ശേഷം അപ്പീൽ കൊടുത്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും സുപ്രീം കോടതി വിധി നമുക്ക് അനുകൂലമായിട്ട് വന്നാൽ ഈ അപ്പീലിൽ നമുക്കത് പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടയ്ക്കുന്നവർ അപ്പീൽ കൊടുക്കാനും കൂടി, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഫോറത്തിൽ അതിൻ്റെ അപ്പീൽ കഴിഞ്ഞു പോയെങ്കിൽ ട്രൈബ്യൂണൽ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലില്ല.
അപ്പോൾ നിലവിലില്ലാത്ത അവസ്ഥയിൽ ഹൈക്കോടതിയിൽ തന്നെ റിട്ട് പെറ്റീഷനായിട്ട് കൊടുത്ത് പെൻഡിങ് മാറ്ററായിട്ട് ഇടണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. GST നിയമത്തിൽ പലിശ 24% എടുത്തുകൊണ്ട് എറണാകുളത്തെ ഇൻ്റലിജൻസ് ഓഫീസേഴ്സ് നോട്ടീസ് കൊടുക്കുന്നു. അത് ശരിയാണോ എന്നൊരു ചോദ്യം. 24% പലിശ അഡീഷണൽ ഡിമാൻഡിന് കൊടുക്കാൻ ഇപ്പോൾ GST നിയമത്തിൽ വ്യവസ്ഥയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പ്രത്യേക കാര്യത്തിന് മാത്രം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ അവെയിൽ ചെയ്താൽ, നമ്മൾ കളക്ട് ചെയ്തിട്ട് അടയ്ക്കാതിരിക്കുന്ന സിറ്റുവേഷൻ, MIS 1 ഒക്കെ തരുന്ന സിറ്റുവേഷനിൽ 24% പലിശ എടുക്കാം എന്നാണെങ്കിലും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ 18% കൂടുതൽ പലിശ എടുക്കാൻ വ്യവസ്ഥ ഇല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച ചോദ്യത്തിൽ ഇൻ്റലിജൻസ് ഓഫീസേഴ്സ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്യാപിറ്റൽ ഗുഡ്സിന് അവെയിൽ ചെയ്തു, അത് വെഹിക്കിളായിപ്പോയി, അത് പേഴ്സണൽ യൂസിന് ഉപയോഗിച്ചതാണ്, അതുകൊണ്ട് അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തിരിച്ചടയ്ക്കണം, റിവേഴ്സായിട്ട് അടയ്ക്കണം, അടയ്ക്കുമ്പോൾ 24% പലിശയോട് കൂടി അടയ്ക്കണം എന്ന ഓർഡർ ശരിയല്ല. ആ കേസിൽ 18% കൂടുതൽ പലിശ അടയ്ക്കേണ്ടതില്ല. ഈ കാര്യത്തിലും നിങ്ങൾ അടച്ചതിന് ശേഷം അണ്ടർ പ്രൊട്ടസ്റ്റിൽ അടച്ചതിന് ശേഷം അപ്പലേറ്റ് ഫോറത്തിൽ മാറ്റർ പെൻഡിങ് ഇടുന്നതാണ് നിങ്ങൾക്കുത്തമം.